കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവതി മരിച്ചു. ചെങ്ങോട്ടുകാവ് കൂഞ്ഞിലാരി സ്വദേശിയായ 39-കാരിയാണ് മരിച്ചത്. ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUയിൽ ചികിത്സയിലായിരുന്നു. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിച്ച ഒരു വാർത്ത വരികയാണ്. വിശദാംശങ്ങൾ. ചെങ്ങോട്ടുകാവ് സ്വദേശിനിയായ യുവതിയെ ഒരു മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ് ആദ്യം പ്രകടമാക്കിയതിനുള്ള ചികിത്സകൾ നൽകുകയും ചെയ്തു. പിന്നീടാണ് വിശദമായ പരിശോധനകൾ നടത്തിയപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സിസ്റ്റം ഓഫ് പ്രൊസീഡിംഗ്സ് അനുസരിച്ച് പിന്നീട് മറ്റു ചികിത്സകൾ നൽകുകയും വിദേശത്ത് നിന്നെത്തിച്ച മരുന്നടക്കം നൽകി ചികിത്സ നടത്തുകയും ചെയ്തു. എന്നാൽ രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയുമായിരുന്നു. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അസാധാരണമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ സ്ഥലങ്ങളിലൊന്നും അവർ പോയിരുന്നില്ല. ഒപ്പം അവർ ഉപയോഗിച്ചിരുന്ന കുളങ്ങളും കിണറും ഒക്കെ പരിശോധന നടത്തിയെങ്കിലും അവിടെയെങ്ങും ഇത്തരത്തിലുള്ള രോഗലക്ഷണത്തിന് കാര്യമായ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ വീടിന്റെ അടുത്തുള്ളവരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഒരു മാസമായി നിരീക്ഷിച്ചു വരികയാണ്. ഇവർക്ക് ആർക്കും രോഗലക്ഷണങ്ങൾ പ്രകടവുമല്ല. എന്തായാലും എവിടെ നിന്നാണ് രോഗം കണ്ടെത്തിയതെന്ന് അറിയാനുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.